എല്ലാവർക്കും നമസ്കാരം. ഒരു പത്രവാർത്ത കണ്ടു. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെച്ച് ജനത്തോട് മാപ്പ് പറയണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്നലെ വന്ന പത്രത്തിലെ വാർത്തയാണ്. അപ്പം ഞാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോടും അവരുടെ പാർട്ടിക്കാരോടും ചോദിക്കട്ടെ, എന്താണ് മാന്യത? എന്താണ് മാന്യത? ചില കാലങ്ങൾക്ക് മുമ്പ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന നിയമസഭയുടെ മേശയിൽ കയറി മുണ്ടും മടക്കി കുത്തുനിന്ന് ഇങ്ങനെ അഴിഞ്ഞാടിയതാണോ മാന്യത? ഓർക്കുന്നുണ്ടല്ലോ, ഈ നിരന്തരം വീഡിയോകളിലൂടെ ലോകം മുഴുവൻ ഈ കേരള നിയമസഭയ്ക്കകത്ത് മുണ്ടും മടക്കി കുത്തി അണ്ടർവെയറും വെളി കാണിച്ച് മണ്ടേ കയറി നിന്ന് തോന്നിവാസം കാണിക്കുന്ന ഒരു വീഡിയോ ലോകം മുഴുവനുണ്ട്. അവിടുത്തെ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. ഇതാണോ മാന്യത? വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കട്ടെ. 51 വയസ്സുണ്ടായിരുന്ന ടി പി ചന്ദ്രശേഖരന് 51 വെട്ടുകൊടുത്ത് കൊന്നു കളഞ്ഞതാണോ മാന്യത? ആണോ മാന്യത? വെറ്റനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞതാണോ മാന്യത? കശാപ്പുകാരൻ ആടിനെയും പശുവിനെയും കൊള്ളുമ്പോൾ അതിന് പുല്ലും വെള്ളവും കൊടുത്തിട്ടാണ് കൊല്ലുന്നത്. അതുപോലും ചെയ്യാത്ത രീതിയിൽ ആ ചെറുക്കനെ കൊന്നു കളഞ്ഞതാണോ മാന്യത? ഇനി കൊന്നവരെ സംരക്ഷിക്കുന്നതാണോ മാന്യത? ആ കൊന്നവനെല്ലാം വന്ന് പരീക്ഷ എഴുതിയിട്ട് പോയി, അവനെയൊക്കെ സംരക്ഷിക്കുന്നതാണോ മാന്യത? ഇനി ബലാത്സംഗ വീരൻ്റെ പാട്ടുകൾ പാഠ്യ വിഷയമാക്കുന്നതാണോ മാന്യത? ഇപ്പം എങ്ങാണ്ട് അരമനയിൽ ഒളിഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തത്. ലുക്കൗട്ട് നോട്ടീസ് വരെ കൊടുക്കേണ്ടി വന്നത്. അതാണോ മാന്യത? ഇനി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് തിരുവനന്തപുരം മുഴുവൻ തൂറി നാറ്റിച്ച ഒരു സമരമുണ്ട്. അവസാനം ഒരു വീട്ടമ്മ ഇറങ്ങി തേറി പറഞ്ഞ് കണ്ണു പൊട്ടിച്ചപ്പോൾ അത് നിർത്തിയത്. അതാണോ മാന്യത? എന്നാ മാന്യതയാണ് നിങ്ങൾ ഈ പറയുന്നത് സമൂഹത്തോട്? പറയുന്നതിന് ഒരു അന്തസ് വേണ്ടേ? നെൽകർഷകൻ്റെ ആ നെല്ല് സമയത്തെടുത്ത് അതിൻ്റെ വില കൊടുക്കാതെ അത് മഞ്ഞും വെയിലും കൊണ്ട് അവിടെ കിടന്ന് കിളുത്തു പോകുന്നതാണോ മാന്യത? ആണോ മാന്യത? 400% നികുതിക്ക് ചാരായം വിറ്റിട്ട് അല്ലെങ്കിൽ ബ്രാൻഡി വിറ്റിട്ട് അത് വാങ്ങിക്കുന്നവനെ വായി നൂതിക്കാൻ ആ ബ്രാൻഡിക്കടയുടെയും സിവിൽ സപ്ലൈസിൻ്റെ വാതൊക്കെ പോലീസിനെ നിർത്തിയേക്കുന്നതാണോ മാന്യത? ആണോ മാന്യത? വിലക്കയറ്റം തൊഴിലില്ലായ്മ കൊണ്ട് സാധുക്കൾ പൊറുതിമുട്ടുമ്പോൾ രാജാവ് 40-ലധികം വണ്ടിയുടെ അകമ്പടി പോകുന്നതാണോ മാന്യത? താങ്കളോട് ചോദിക്കട്ടെ, അതാണോ മാന്യത? ഈ കേരളത്തിൽ കള്ളവോട്ട് കൂടുതലും ചെയ്തിട്ടുള്ളത് ആരാണ്, പിടിച്ചിട്ടുള്ളത് ആരാണ്, അതിൻ്റെ പേരിൽ അലമ്പുണ്ടാക്കിയിട്ടുള്ളത് ആരാണോ എന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും ഇവിടെ അറിയാം. അത് മാന്യതയാണോ? ഇപ്പം മന്ത്രി പറയുന്നത് 30,000 മുതൽ 60,000 വോട്ട് വരെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നപ്പോൾ? 1 2 ഒന്നുമല്ല, 30,000 മുതൽ 60,000 വരെ. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പൊതുവെ ലിസ്റ്റ് ആദ്യമേ പരിശോധിക്കുന്ന സഖാക്കന്മാരാണ്. ഈ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഈ 60,000 പേരെ പുതുതായിട്ട് ചേർത്തേക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അന്നേരം പിന്നെ അതിന് മറുപടി ഉണ്ടാക്കാൻ ഞാനായിരുന്നു. ഇനി വേറൊന്ന് പറയട്ടെ, ബൂത്ത് ഏജന്റുമാരെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരില്ലായിരുന്നു അവിടെ. കേരളത്തിൽ എൻ്റെ അറിവിൽ എല്ലാ ബൂത്തിലും LDF ഏജന്റുമാരുണ്ട്. ഇവന്മാരെല്ലാം അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുമായിരുന്നു ഈ ആൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ, കള്ള വോട്ട് ചെയ്യാൻ വന്നപ്പോൾ? അതോ ബൂത്ത് ഏജന്റുമാരും ഒന്നും ഇല്ലാത്ത പോലെ ദുർബലമായി പോയോ പാർട്ടി? തൃശ്ശൂരൊന്നും ഒരു LDF പോലും ഇല്ലാത്ത അവസ്ഥയായോ? പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റുമാരായിട്ട് ഇരിക്കാൻ പോലും ആളുകളില്ലെന്നായോ? മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യം അത്. പക്ഷേ ഇപ്പം അങ്ങനെ ആയോ? ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിച്ച് നിങ്ങൾ അന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് പരാതി കൊടുത്തത് മാറ്റിയില്ല? 1 2 വോട്ടല്ല, 30,000 വോട്ട് മുതൽ 60,000 വോട്ട് വരെ കള്ളവോട്ട് ചെയ്തെന്ന്. ഇനി വേറൊന്ന് ചോദിക്കട്ടെ, പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പിടിച്ചകത്തിടാത്തത്? അങ്ങനെ ഉറപ്പുണ്ട് സുരേഷ് ഗോപിയെ പിടിച്ചകത്തോട്ടിടോ, അല്ല കേസെടുക്കുക. അതെന്നാ ചെയ്യാത്തത്? അപ്പോൾ സ്വാഭാവികമായി ഇനി ഒരു കാര്യം കൂടി തീർത്ത് പറയാം. 85% ഉദ്യോഗസ്ഥന്മാർ
ഈ LDF യൂണിയനിൽ പെട്ടവരാ. ഇവരല്ല ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവർക്കറിയാൻ മേലെ ഇതാ കള്ളനോട്ടാണ് നടക്കുന്നതെന്ന്. എന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നടന്നപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളത് പിടിക്കാഞ്ഞത്? ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പാലാ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചതാരാ? അതാണോ മാന്യത? അപ്പം കേരളത്തിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ആരും സൗകര്യം പോലെ ഏത് വാക്കെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിയമസഭയെ കേടിക്കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടിയ മനുഷ്യനാണ് ഇപ്പം വന്നിട്ട് പറയുന്നത് മാന്യതയുണ്ട് രാജിവെക്കട്ടെന്ന്. അങ്ങനെയാണ് അതിനകത്ത് LDF മുഴുവൻ രാജിവെക്കേണ്ടി വരുമല്ലോ. എന്നാ ഒരുത്തരും രാജിവെക്കാത്തത്? ഇത് സംഭവം ഇതൊന്നുമല്ല. എല്ലാവരും കൂടി നിലവിൽ പലതും എല്ലാവർക്കും മറച്ചു വെക്കാനുണ്ട്. എങ്ങനെയാലും ഒരു 6 മാസവും കൂടെ ഉന്തി ഉരുട്ടി കൊണ്ടുപോകണം പഞ്ചായത്ത് ഇലക്ഷൻ വരെ. ജനം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിടിവിട്ടു പോകും. അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്നോരോന്ന് പറയുക, സകലവനെ അഴിച്ചു വിട്ടേക്കുക, എന്നതേലും പ്രസ്താവന നടത്തിക്കോ. ഇയാൾക്കൊക്കെ ഒരു നാണവും ഇല്ലെന്നുള്ളതാണ്. മാന്യത ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കട്ടെ. മാന്യത എന്താണെന്ന് ഇനി ഒരു ദിവസങ്ങൾ എഴുതി വെക്കണം, ഇവരുദ്ദേശിക്കുന്ന മാന്യത എന്താണെന്ന്. എന്നിട്ട് ഈ മാന്യതയുടെ ഇതുപോലെ ഉദാഹരണങ്ങൾ ഈ നെറ്റിലും ഫോണിലും സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം കിടക്കുമ്പം ഇത് മുഴുവൻ ജനം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാന്യതയാണ്. അല്ലാത്തത് എന്തൊരു മാന്യതയാണ്? ദയവ് ചെയ്ത് മലയാളികളെ വെറും മരപ്പട്ടികളാക്കരുത് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.